നമസ്കാരം, സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. പാലേക്കര ടോൾ പിരിവ് വിഷയത്തിൽ സംസ്ഥാന സർക്കാരിന് ഇരട്ടത്താപ്പാണെന്ന് DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ്. ടോൾ കരാർ കമ്പനിയെ പുറത്താക്കാൻ സംസ്ഥാന സർക്കാർ തന്നെ മുൻകൈയെടുക്കണമെന്ന് ജോസഫ് ടാജറ്റ്. പാലേക്കരയിൽ ടോൾ പിരിവ് കമ്പനിക്ക് ദേശീയപാത അതോറിറ്റി നഷ്ടപരിഹാരം നൽകേണ്ടി വരും. കരാർ പ്രകാരമുള്ള വ്യവസ്ഥ പ്രകാരമാണ് നഷ്ടപരിഹാര തുക നൽകേണ്ടത്. ചേലക്കര ആറ്റൂർ ജനവാസ മേഖലയിൽ വീണ്ടും കാട്ടാന ഇറങ്ങി. പ്ലാഴി വാഴക്കോട് സംസ്ഥാനപാത താണ്ടിയാണ് ആന ആറ്റൂരിലെത്തിയത്. ജോലി കഴിഞ്ഞു വരികയായിരുന്ന ബൈക്ക് യാത്രികൻ അനീഷ് ആനയെ കണ്ട് ബൈക്ക് ഉപേക്ഷിച്ച് ഓടി രക്ഷപ്പെട്ടു. കാലടി പ്ലാന്റേഷന്റെ കല്ലാല എസ്റ്റേറ്റിൽ കാട്ടാനയെ ചരിഞ്ഞ നിലയിൽ കണ്ടെത്തി. ഏകദേശം 10 വയസ്സുള്ള ആനയുടെ ജഡമാണ് തേക്ക് തോട്ടത്തിനടുത്ത് തോട്ടിൽ കണ്ടത്. തുടർച്ചയായി പുലിയിറങ്ങുന്ന സാഹചര്യത്തിൽ വെറ്റിലപ്പാറ നിവാസികൾ ഭീതിയിൽ. കഴിഞ്ഞ ദിവസം വീടിന്റെ സിറ്റൌട്ടിൽ കെട്ടിയിരുന്ന വളർത്തുനായെ പുലി ആക്രമിച്ചിരുന്നു. വാടാനപ്പള്ളി നടുവിൽക്കരയിൽ അടിപ്പാത ആവശ്യവുമായി നാട്ടുകാർ പ്രതിഷേധത്തിലേക്ക്. യാത്രാ ദുരിതത്തിൽ വലഞ്ഞ നാട്ടുകാർ. കരാട്ടെ പരിശീലകയായ നവവധുവിനെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. അന്നമനട എടയാറ്റൂർ സ്വദേശി ആലങ്ങാട്ടുകാരൻ വീട്ടിൽ നൌഷാദിന്റെ മകൾ 23 വയസ്സുള്ള ആയിഷയാണ് കിടപ്പുമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള പൊതുതെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വോട്ടർ പട്ടിക പുതുക്കുന്നതിനുള്ള അവസാന തീയതി ഈ മാസം 12 വരെ നീട്ടിയതായി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഈ മാസം 9, 10 തീയതികളിൽ തുറന്നു പ്രവർത്തിക്കുന്നതിന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശം നൽകി. അഴീക്കോട് തീരക്കടലിൽ കവര് പൂത്തു. നീല നിറത്തിൽ ജലോപരിതലത്തിൽ കാണപ്പെടുന്ന പ്രതിഭാസമാണ് കവര് എന്ന ബയോലൂമിനിസെൻസ്. മിഷൻ ക്വാർട്ടേഴ്സിന് സമീപം പുതിയതായി തുറന്നുകൊടുത്ത അരിസ്റ്റോ റോഡിൽ മരങ്ങളുടെ കൊമ്പുകൾ റോഡിലേക്ക് തള്ളി നിൽക്കുന്നതിനാൽ വലിയ വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് പതിവാകുന്നു. റോഡിലേക്കുള്ള മരത്തിന്റെ ശാഖകൾ വെട്ടിമാറ്റി വാഹനയാത്ര സുഗമമാക്കണമെന്നാണ് യാത്രക്കാരുടെ ആവശ്യം. ഹരിത കേരളം മിഷൻ വൃക്ഷവൽക്കരണ ക്യാമ്പയിന്റെ എരുമപ്പെട്ടി പഞ്ചായത്ത് തല ഉദ്ഘാടനം കുട്ടഞ്ചേരി ഗവൺമെന്റ് LP സ്കൂളിൽ നടന്നു. പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീജ സുരേഷ് ഉദ്ഘാടനം ചെയ്തു. കാഞ്ഞിരശ്ശേരി ഗാന്ധി മെമ്മോറിയൽ LP സ്കൂളിൽ വടക്കാഞ്ചേരി ഫയർ സ്റ്റേഷന്റെ നേതൃത്വത്തിൽ സുരക്ഷാ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. വടക്കാഞ്ചേരി ഫയർ സ്റ്റേഷൻ ഉദ്യോഗസ്ഥരായ ഷിജിത്ത്, വിജീഷ്, V രഞ്ജിത്ത് എന്നിവർ ബോധവൽക്കരണ ക്ലാസിന് നേതൃത്വം നൽകി. തേശ്ശേരി സെന്റ് മേരീസ് ദേവാലയത്തിലെ പരിശുദ്ധ സ്വർഗാരോപിത മാതാവിന്റെ ഊട്ടുതിരുനാളിന് കൊടിയേറി. ഫാദർ വർഗീസ് പാത്താടൻ കൊടിയേറ്റം നിർവഹിച്ചു. ഈ മാസം 15-നാണ് തിരുനാൾ. കുന്നംകുളം ചിറ്റഞ്ഞൂരിൽ വയോധികയെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. എറവു സ്വദേശി വടക്കൂട്ട് വീട്ടിൽ വേലായുധന്റെ ഭാര്യ 76 വയസ്സുള്ള ലീലയെയാണ് വാടക ക്വാർട്ടേഴ്സിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കോടാലി LP സ്കൂൾ ഓഡിറ്റോറിയത്തിന്റെ സീലിംഗ് തകർന്നതിലെ അഴിമതിക്കാരെ ശിക്ഷിക്കണമെന്നാവശ്യപ്പെട്ട യൂത്ത് കോൺഗ്രസ് മട്ടത്തൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടത്തി. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് OJ ജനീഷ് ഉദ്ഘാടനം ചെയ്തു. ചേർപ്പ് CNN ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കഥകളി പഠന ക്ലാസ് നടത്തി. കലാമണ്ഡലം മയ്യനാട് രാജീവൻ നമ്പൂതിരി വിദ്യാർത്ഥികൾക്ക് ക്ലാസ് എടുത്തു. കൊടുങ്ങ സെന്റ് സെബാസ്റ്റ്യൻസ് ദേവാലയത്തിൽ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ സ്വർഗാരോപണ തിരുനാളിന് കൊടിയേറി. ഇരിങ്ങാലക്കുട രൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ വിൽസൺ ഈരത്തറ കൊടിയേറ്റം നിർവഹിച്ചു. ഈ മാസം 15-നാണ് തിരുനാൾ. എരുമപ്പെട്ടി പഞ്ചായത്ത് ആരോഗ്യ കേന്ദ്രങ്ങളിലേക്ക് ലാപ്ടോപ്പുകൾ വിതരണം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് S ബസന്തലാൽ ഉദ്ഘാടനം ചെയ്തു. പഴയന്നൂർ കർഷക സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ സഹകാരി സംഗമം നാളെ നടക്കും. പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. പഴയന്നൂർ ചെറുകര മേപ്പാടത്തുപറമ്പിൽ അടുക്കളയിലെ പാചകവാതകത്തിൽ നിന്നും തീ പടർന്ന് അമ്മയ്ക്കും കുട്ടിക്കും പൊള്ളലേറ്റു. പഴയന്നൂർ സ്വദേശി അരുൺകുമാറിന്റെ ഭാര്യ സന്ധ്യ, മകൾ അനുശ്രീ എന്നിവർക്കാണ് പൊള്ളലേറ്റത്. ജനാധിപത്യ മതേതര കൂട്ടായ്മയായ സമദർശി സംഘടിപ്പിക്കുന്ന ഫ്രീഡം ഗാന്ധി 169 ഡേയ്സ് കലാപ്രദർശനത്തിന്റെ ഈ മാസം 9-ന് തൃശൂർ കേരള ലളിതകലാ അക്കാദമിയിൽ തുടക്കമാകും. വൈകിട്ട് നടക്കുന്ന ഉദ്ഘാടന സമ്മേളനത്തിൽ പ്രമുഖ കലാ സാംസ്കാരിക രാഷ്ട്രീയ പ്രവർത്തകർ പങ്കെടുക്കും.
തൃശൂർ ശ്രീ കേരളവർമ്മ കോളേജിൽ സംസ്ഥാന സർക്കാർ പൈതൃക കോളേജ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മാണം പൂർത്തിയാക്കിയ PG ബ്ലോക്കിന്റെ ഉദ്ഘാടനം തിങ്കളാഴ്ച നടക്കും. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ R. ബിന്ദു PG ബ്ലോക്കിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. നിയമക്കുരുക്കിലുള്ള കേസുകൾക്ക് പരിഹാരം കാണാൻ ESIC ആംനസ്റ്റി സ്കീം പ്രഖ്യാപിച്ചു. ഒക്ടോബർ 1 മുതൽ അടുത്ത വർഷം സെപ്റ്റംബർ 30 വരെ സ്കീം പ്രാബല്യത്തിലുണ്ടാകും. കേരള കോൺഗ്രസ് പൂമംഗലം മണ്ഡലം സമ്മേളനം ഞായറാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ ഇരിങ്ങാലക്കുടയിൽ അറിയിച്ചു. വൈകിട്ട് 3 നടക്കുന്ന സമ്മേളനം കേരള കോൺഗ്രസ് ഡെപ്യൂട്ടി ചെയർമാൻ തോമസ് ഉണ്ണിയാടൻ ഉദ്ഘാടനം ചെയ്യും. പ്രവാസി കൂട്ടായ്മയായ തിരനോട്ടത്തിന്റെ ആഭിമുഖ്യത്തിൽ ഈ മാസം 10-ന് ക്രൈസ്റ്റ് കോളേജ് ഓഡിറ്റോറിയത്തിൽ ആദരണീയവും കഥകളിയും സംഘടിപ്പിക്കും. മുതിർന്ന കഥകളി കലാകാരന്മാരായ കലാമണ്ഡലം KG വാസുദേവൻ കോട്ടയ്ക്കൽ കുഞ്ഞിരാമൻ എന്നിവരെ ദക്ഷിണ നൽകി ആദരിക്കും. ശ്രീനാരായണപുരം പള്ളിനടയിൽ വീട്ടുജോലിക്കാരിയെ കുത്തി പരിക്കേൽപ്പിച്ച് 3 പവന്റെ സ്വർണ്ണമാല കവർന്നു. പനങ്ങാട് സ്വദേശി കരിപ്പാടത്ത് അരവിന്ദാക്ഷന്റെ ഭാര്യ ജയക്കാണ് കുത്തേറ്റത്. പ്രതി വിജേഷിനെ മതിലകം പോലീസ് കസ്റ്റഡിയിലെടുത്തു. തിരുവില്ലാമല ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ സാമൂഹ്യശാസ്ത്ര ക്ലബിന്റെ നേതൃത്വത്തിൽ യുദ്ധവിരുദ്ധ ദിനാചരണവും റാലിയും നടത്തി. സ്കൂൾ ഹെഡ് മിസ്ട്രസ് MS ജയശ്രീ, പ്രിൻസിപ്പൽ ജയശങ്കർ, സാമൂഹ്യശാസ്ത്ര ക്ലബ് കൺവീനർ സിന്ധു, ഷെറീന, സ്വപ്ന, ശ്രീജ, നവാസ് വിദ്യാർത്ഥി പ്രതിനിധികൾക്ക് യുദ്ധവിരുദ്ധ സന്ദേശം കൈമാറി. തൃശൂർ കോർപ്പറേഷനിൽ ആരോപണ പ്രത്യാരോപണങ്ങളുമായി മേയറും ഡെപ്യൂട്ടി മേയറും. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മേയർ MK വർഗീസ് തൃശൂരിൽ BJP സ്ഥാനാർത്ഥിയായേക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് രാജൻ ജെ പല്ലൻ. അന്തിക്കാട് ഹൈസ്കൂളിലെ സ്കൂൾ കലോത്സവം പ്രശസ്ത ഓട്ടൻതുള്ളൽ കലാകാരൻ മണലൂർ ഗോപിനാഥ് ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് സജീഷ് മാധവൻ അധ്യക്ഷത വഹിച്ചു. കലോത്സവം നാളെ സമാപിക്കും. ഏങ്ങണ്ടിയൂർ സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകനും മണലൂർ പഞ്ചായത്ത് പ്രസിഡന്റുമായ സൈമൺ തെക്കേതിനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി സ്കൂൾ PTA രംഗത്ത്. സ്കൂളിലെ ബോട്ടണി അധ്യാപകനായ സൈമൺ തെക്കത്ത് സ്കൂളിൽ കൃത്യസമയത്ത് ഹാജരാകാതെ പ്രിൻസിപ്പാളിന്റെ ഒത്താശയോടെ അറ്റൻഡൻസ് രജിസ്റ്ററിൽ ഒപ്പിടുകയും പുറത്തുനിന്നുള്ള ഒരാളെ പകരക്കാരനായി ഏർപ്പാടാക്കി ശമ്പളം കൈപ്പറ്റുകയാണെന്നും PTA അംഗങ്ങൾ. കൈപ്പറമ്പ് പഞ്ചായത്തിൽ കോൺഗ്രസ് BJP അവിശുദ്ധ കൂട്ടുകെട്ടിനെതിരെ CPM പഞ്ചായത്തിൽ നടത്തുന്ന വികസന മുന്നേറ്റ കാൽനട ജാഥയ്ക്ക് തുടക്കമായി. പഞ്ചായത്തിൽ 3 ദിവസങ്ങളിലായി പര്യടനം നടത്തുന്ന ജാഥയുടെ ഉദ്ഘാടനം CPM പുഴയ്ക്കൽ ഏരിയ കമ്മിറ്റി സെക്രട്ടറി സുഭാഷ്, ജാഥ ക്യാപ്റ്റൻ K. കണ്ണന് പാർട്ടി പതാക നൽകി നിർവഹിച്ചു. ഓൺലൈൻ ഭക്ഷ്യവിതരണ ഏജൻസിയിൽ നിന്ന് ഓർഡർ ചെയ്തെത്തിയ ചിക്കൻ ഷവായ് മന്തിയിൽ ചിക്കന്റെ എല്ലുകൾ. മനക്കുടിയിലുള്ള സ്റ്റുഡിയോ ഉടമയാണ് ഇക്കാര്യം വീഡിയോയിലൂടെ പങ്കുവച്ചത്. 4 പീസ് ചിക്കന്റെ എല്ലുകളാണ് മാംസമില്ലാത്ത പാർസലിൽ നിന്ന് ലഭിച്ചത്. കിഴക്കുംപാട്ടുകര അസ്ത്ര ആർട്സ് കൾച്ചറൽ ക്ലബിന്റെ കുമ്മാട്ടി മഹോത്സവം നോട്ടീസ് പ്രകാശനം ഓൾ കേരള കുമ്മാട്ടി സംഘം പ്രസിഡന്റ് സുരേന്ദ്രൻ ഐനിക്കുന്നത്ത് നിർവഹിച്ചു. ക്ലബ് സെക്രട്ടറി ശ്രീജിത്ത് വാഗയിൽ, ജോയിന്റ് സെക്രട്ടറി ജീവൻ ഫ്രാൻസിസ്, പ്രോഗ്രാം കോർഡിനേറ്റർ ശ്രേയസ് തുടങ്ങിയവർ പങ്കെടുത്തു. വീടിന്റെ ചായ്പിൽ അനധികൃതമായി 3 ലിറ്റർ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം കൈവശം വെച്ച് വിൽപ്പന നടത്തിയ സ്ത്രീയെ എക്സൈസ് പിടികൂടി. പൊന്നൂക്കര സ്വദേശി ദമയന്തിയാണ് പിടിയിലായത്. ഇതോടെ സ്പീഡ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.